بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഷഅബാൻ മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിവസം ഷഅബാൻ മാസത്തിന്റെ 15-ാമത്തെ പകലും രാവിൽ 15-ാം രാവുമാണ്. അല്ലാഹു തആല ആ പുണ്യമാക്കപ്പെട്ട സമയത്തിന്റെ ദിവസത്തിന്റെ എല്ലാ ബറക്കത്തുകളും നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. ബറാഅത്ത് രാവ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മുസ്ലിം ഉമ്മത്ത് ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള വളരെയധികം ശ്രേഷ്ഠതകൾ ഉണ്ട് എന്നും പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം ലഭിക്കുമെന്നും നാം വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്വഹാബത്തിന്റെ ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുമുള്ളതായ ബറാഅത്ത് രാവിലേക്ക് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുകയാണ്. ബറാഅത്ത് രാവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുമ്പോൾ, ആ സൽക്കർമ്മങ്ങളിൽ മുഴുവനും നാം ഭാഗവാക്കാകുമ്പോൾ, പരിശുദ്ധമായ ബറാഅത്ത് രാവിന്റെ പുണ്യം ലഭിക്കാതെ പോകുന്ന ഹതഭാഗ്യവാന്മാരും ഉണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബറാഅത്ത് രാവിന്റെ പുണ്യം ലഭിക്കാതെ പോകുന്ന 6 വിഭാഗം ആളുകൾ ഉള്ളതായി മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ 6-ൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്ങാനും നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ ബറാഅത്തിന്റെ പുണ്യം നമുക്ക് കിട്ടില്ല. ബറാഅത്ത് രാവ് ലൈലത്തുൽ ഖദ്ർ എന്ന നാമത്തിൽ അറിയപ്പെടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ സ്വഹാബികൾ അടക്കമുള്ള പ്രമുഖർ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇതിന്റെ ബറക്കത്തുകളും ഈ രാവിന്റെ സ്വീകാര്യതയും ഇതിന്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് അതിനർത്ഥം. അത്രയും വലിയ അനർഘ സൗഭാഗ്യം നമ്മുടെ ആയുസ്സിൽ ഈ വയസ്സിൽ നമുക്ക് കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടും വിധം ഖുർആനും ഹദീസും വളരെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ ഈ രാവിന്റെ പുണ്യം നമ്മിൽ നിന്നും അകന്നു പോകുന്നു എന്ന് പറയും വിധം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ പുണ്യം കിട്ടുകയില്ല എന്ന് പറഞ്ഞ 6-ൽ ഒരു വിഭാഗത്തിലെങ്ങാനും നമ്മൾ പെട്ടുപോയാൽ പെടാതെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ആ ഹദീസിന്റെ വിശകലനവുമാണ് ഹൃസ്വമായ നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ബറാഅത്തിന്റെ പുണ്യം ലഭിക്കാത്ത 6 വിഭാഗം ആളുകൾ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാൻ 15-ന്റെ രാവ് സ്വാഭാവികമായും ഭാര്യമാരുടെ ഓരോരുത്തരുടെയും ഇടയിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എത്തേണ്ട ദിവസങ്ങളുടെ ഊഴമനുസരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുകയാണ്. സ്വാഭാവികമായും അന്ന് ഷഅബാൻ 15-ന്റെ രാവായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കിടപ്പറയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാവിന്റെ വൈകിയ വേളയിൽ കാണാതെ വന്നപ്പോ എവിടെയൊക്കെയോ അന്വേഷിച്ചു, കണ്ടില്ല. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കിടപ്പറയിൽ നിന്നും വേറെ പുറത്ത് മറ്റു ഭാര്യമാരുടെ അടുക്കലെങ്ങാനും പോയോ എന്നറിയാതെ ആയിഷ റളിയല്ലാഹു അൻഹ വളരെ അമ്പരന്ന് നിൽക്കുന്ന നേരത്താണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടുന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അകുന്തി തഖാഫിന യഹീഫല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും നിന്റെ മുന്നിൽ ന്യായക്കേട് കാണിക്കുന്നുവോ എന്നാണോ ആയിഷ നീ ധരിച്ചിരിക്കുന്നത്? ഒരിക്കലുമില്ല. ഞാൻ ഈ രാവിന്റെ മഹത്വം മനസ്സിലാക്കി ആരാധനയിൽ നിറയാൻ വേണ്ടി, ആരാധനയിൽ മുഴകിയിരിക്കാൻ വേണ്ടി ഞാൻ ഈ സമയത്തെ മാറ്റിവെച്ചതാണ് ആയിഷ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു. അതാനി ജിബ്രീൽ അലൈഹിസ്സലാം ഫഖാല ഹാദിഹി ലൈലത്തു ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ വലില്ലാഹി ഫിഹാ ഉതഖാഉ മിനൻ നാരി ബിഅദദി ശുഊരി ഗനമി കൽബ്. ആയിഷ റളിയല്ലാഹു അൻഹയോട്, മഹ്ദിയായ ആയിഷ ബീവിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോളെ,
ഈ രാവിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹിൽ ലൈല, നബിയെ ഈ രാത്രി ഉണ്ടല്ലോ, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അതായത് ശഅബാൻ 15ന്റെ ഈ രാത്രിയിൽ വലില്ലാഹി ഉതഖാഉ മിനൻ നാരി ബിഅദദി ശുഊരി ഗനമി ഖൽബ്, കൽബ് ഗോത്രക്കാർ, ധാരാളം ആടുകൾ മേച്ച് നടക്കുന്ന ആട്ടിടയന്മാരുടെ മുതലാളിമാരാണ് കൽബ് ഗോത്രക്കാർ. കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ പ്രത്യേകത കൂടുതൽ രോമമുണ്ട് എന്നുള്ളതാണ്. കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമങ്ങളുടെ എണ്ണം അനുസരിച്ച് അല്ലാഹു തആല അത്രയും ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന വലിയ ആനുകൂല്യം വച്ചിട്ടുള്ള രാത്രിയാണ് ഈ ബറാഅത്തിന്റെ രാവ്, അതായത് ശഅബാൻ 15ന്റെ രാവ്. ഈ വിവരം പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്നിരുന്നു. അപ്പോൾ അത്രയും വലിയ നരകമോചനത്തിനായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സമയത്തെ ഉപയോഗപ്പെടുത്താൻ, ആത്മീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒരു മനുഷ്യന് സാധ്യമാകുന്നതിന്റെ ഒരു പരമാവധി ഉപയോഗപ്പെടുത്താൻ ഈ രാവിനെ ഉപയോഗിക്കണം എന്ന സന്ദേശം പറയാൻ എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഈ രാവിന്റെ മഹത്വത്തിലേക്ക് എന്റെ മനസ്സങ്ങ് ഉണർന്നപ്പോ ആരാധനാ കർമ്മങ്ങളിലും അള്ളാഹുവിലേക്കുള്ള സമർപ്പണത്തിലുമായി ഞാൻ അല്പനേരം മാറി നിന്നതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അത്രയും മഹത്വം ഈ രാവിന് ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിയോട് പറയുന്നുണ്ട്, ഇത്രയധികം മഹത്വം, അതായത് കൽബ് ഗോത്രക്കാരുടെ രോമം നിറഞ്ഞ ആടിന്റെ ശരീരത്തിലുള്ള രോമങ്ങളെക്കാൾ, ആ രോമത്തിന്റെ എണ്ണത്തെക്കാൾ ലക്ഷോപലക്ഷം ആളുകൾക്ക് അള്ളാഹു നരകമോചനം നൽകാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ രാവിൽ ഇങ്ങനെയൊക്കെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ ഉണ്ട് എങ്കിലും ആയിഷ, ഈ രാവിൽ അള്ളാഹു തആല 6 വിഭാഗത്തിലേക്ക് നോക്കുക പോലുമില്ല, കാരുണ്യത്തിന്റെ നോട്ടം അള്ളാഹു നോക്കുക പോലും ഇല്ല എന്ന് പറഞ്ഞ് 6 വിഭാഗത്തെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ ഹബീബായ നബി തങ്ങൾ ഒഴിവാക്കി നിർത്താണ്. ആ 6 വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. ബറാഅത്ത് രാവ് നഷ്ടപ്പെടുന്ന 6 വിഭാഗം. ആ 6 വിഭാഗം, ഒന്നാമത്തേത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇലാ മുശ്രിക്, ശിർക്ക് ചെയ്യുന്നവൻ. ശിർക്ക് എന്നത് ഒന്ന് വിശദീകരിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിലും അറിയാതെ ശിർക്കിന്റെ പല തലങ്ങളും വന്നു പോവാറുണ്ട്. ശിർക്ക് ചെയ്യുന്നവൻ ഈ ബറാഅത്തിന്റെ പുണ്യം കിട്ടാത്തവനാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് വ ഇലാ മുസാഹിൻ, ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ. മൂന്നാമത്തേത് കുടുംബബന്ധം മുറിക്കുന്നവൻ. നാലാമത്തേത് അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ. അഞ്ചാമത്തേത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. ആറാമത്തേത് ലഹരിക്കടിമയായവൻ. ഈ 6 വിഭാഗത്തിലേക്ക് അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലാ മുശ്രിക്കിൻ വലാ ഇലാ മുസാഹിനിൻ വലാ ഇലാ ഖാതിഉ റഹ്മിൻ വലാ ഇലാ മുസ്ബിലിൻ വലാ ഇലാ ആഖിൽ ലിവാലിദൈഹി വലാ ഇലാ മുദ്മിനി ഖംർ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഹദീസ് പറയുന്നുണ്ട്. മറ്റ് ധാരാളം മുഫസ്സിരീങ്ങൾ മുഹദ്ദിസീങ്ങൾ ഒക്കെ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും ബറാഅത്ത് രാവ് നഷ്ടപ്പെടുന്ന 6 വിഭാഗം ആളുകൾ. ഒന്നാമത്തേത് മുശ്രിക്കാണ്, ഷിർക്ക് വെക്കുന്നവൻ. എങ്ങനെ ഇപ്പൊ ഷിർക്ക് സംഭവിക്കാം? അള്ളാഹു അല്ലാത്തവരെ ആരാധനയിൽ ചേർക്കൽ മാത്രം അല്ല ഷിർക്ക്. നമ്മൾ ജ്യോത്സ്യ സമീപനം നടത്തുന്നുണ്ട് എങ്കിൽ, അഭിചാരി വിദ്യക്കാരെ കണ്ട് അവരിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഷിർക്കിലാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുഫറിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. ആ സ്വഭാവക്കാർ അത് നിർത്തിയേ പറ്റൂ. ബറാഅത്തിന്റെ പുണ്യം അവർക്ക് കിട്ടൂല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജ്യോത്സ്യ സമീപനം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിമിന്റെ ഹദീസ്, അവിടുത്തെ സ്വഹീഹിൽ കാണുന്ന ഹദീസ്, ജ്യോത്സ്യന്റെ അടുത്ത് വെറുതെ പോയി വന്നതാ, ഒരാൾക്ക് കൂട്ടിന് പോയതാ. വലിയ വിശ്വാസമൊന്നുമില്ല ജ്യോത്സ്യൻ പറഞ്ഞതിൽ, വെറുതെ അങ്ങനെ പോയി വന്നു. ആ പോയി വന്നാൽ പോലും 40 ദിവസത്തെ അമൽ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് പോവാനേ പാടില്ല. ഇനി ജ്യോത്സ്യൻ പറഞ്ഞത് അതൊക്കെ ഏറെക്കുറെ ശരിയാണ് കേട്ടോ എന്ന ബോധത്തോടു കൂടെയാ തിരിച്ചു വരുന്നതെങ്കിൽ അവൻ കാഫിറാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധനയിൽ പങ്കു ചേർക്കുക എന്ന തലത്തിൽ മാത്രമല്ല ശിർക്ക് സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ബറാഅത്തിന്റെ പുണ്യം ലഭിക്കാത്ത 6 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ശിർക്ക് വെക്കുന്നവൻ. ആ ശിർക്ക് അശ്രദ്ധമായി നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അശ്രദ്ധമായ ശിർക്ക് നമ്മളൊന്നും ഇവിടെ ചർച്ച ചെയ്യാം. എങ്ങനെയാ അശ്രദ്ധമായ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാം? ശിർക്ക് 2 തരത്തിലാണ്. ഒന്ന് ചെറിയ ശിർക്ക്, ഒന്ന് വലിയ ശിർക്ക്. ശിർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വലിയ ശിർക്ക് മാത്രമേ ആലോചിക്കാറുള്ളൂ. എന്നാൽ ചെറിയ ശിർക്ക് എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്.
അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ചെറിയ ശിർക്ക് നമ്മൾ പലരും ആലോചിക്കാറില്ല. ചെറിയ ശിർക്കിനെ പറ്റി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അൻ മഹ്മൂദ് ബിൻ ലബീദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ചെറിയ ശിർക്കാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഏറ്റവും ചെറിയ ശിർക്ക് നമ്മളിൽ പേടിക്കുക. റസൂലുള്ളാഹിക്ക് ഏറ്റവും പേടി നമ്മളിൽ ചെറിയ ശിർക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. സ്വഹാബികൾ ചോദിച്ചു, വമശ്ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, നബിയെ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരിയാ, ജനങ്ങൾ കാണത്തക്ക രീതിയിൽ ആരാധനകളിൽ സംതൃപ്തിയുള്ളവൻ, ജനങ്ങൾ കാണുമ്പോൾ ആരാധനയ്ക്ക് വലിയ സംതൃപ്തിയുള്ളവൻ, ജനങ്ങൾ അറിഞ്ഞാൽ ദാനധർമ്മത്തിൽ വലിയ സന്തോഷമുള്ളവൻ, അവൻ യഥാർത്ഥത്തിൽ ആരാധനയല്ല, ആരാധനയിലൂടെ അള്ളാഹുവിൽ പങ്കുകാര വെക്കുന്നതിന് സമാനമായ ശിർക്കാണ് ചെയ്യുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലോകമാന്യത ശിർക്കാണ്, ലോകമാന്യത ശിർക്കാണ്, ചെറിയ ശിർക്കാണ്. അത് ഉണ്ടിയെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാണെന്ന് മാത്രമല്ല, നമുക്ക് ബറാഅത്തിന്റെ പുണ്യം ഇല്ല. ആളുകളെ ബോധിപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. മാത്രമല്ല ഖുർആൻ പറഞ്ഞത് വൈലെന്ന നരകമുണ്ടെന്ന. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون. ജനങ്ങൾ കാണത്തക്ക രീതിയിൽ അമല് കൊണ്ട് പുളകമണിയുന്നവർ. ആൾക്കാർ കണ്ടാൽ ആ സന്തോഷമുള്ളൂ. ആളുകളെ ബോധിപ്പിച്ച് ചെയ്യുക, ആളുകളെ അറിയിച്ചുകൊണ്ട് നന്മ ചെയ്യുക, നന്മ ചെയ്തത് ആളുകളോട് വിളിച്ചു പറയാ. അങ്ങനെയുള്ള ആളുകൾക്ക് ബറാഅത്തിന്റെ പുണ്യമില്ലെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് ബറാഅത്തിനാവ് ഉറക്കു വെച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാ എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ നമ്മുടെ ചർച്ചയിലൊന്ന് ആലോചിക്കേണ്ട കാര്യം. ബറാഅത്ത് രാവ് നഷ്ടപ്പെടുന്ന 6 വിഭാഗത്തിൽ ഒന്നാമത്തത് ശിർക്ക് ചെയ്യുന്നവർ എന്നാ പറഞ്ഞത്. ചെറിയ ശിർക്കുണ്ട്, വലിയ ശിർക്കുണ്ട്. ഇനി കേട്ടോളൂ, ചെറിയ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ഇമാം അഹ്മദിന്റെ മുസ്നദിലെ ഹദീസ് വീണ്ടും പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജനങ്ങൾ കാണത്തക്ക രീതിയിൽ ശിർക്കുൽ അസ്ഗറായ ലോകമാന്യതയുടെ റിയാഇന്റെ രീതിയിൽ അമൽ ചെയ്യുന്ന ആളുകൾ, അവർ ഖിയാമത്ത് നാളിൽ അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇദാ ജുസിയന്നാസു ബിഅഅമാലിഹിം, ജനങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ അമലുകൾക്ക് കൂലി കൊടുക്കുന്ന നേരത്ത് ഇവരുടെ കൂലിയൊന്നും കിട്ടാതെ വരുമ്പോൾ, അല്ലാഹുവോട് ഇവർ കൂലി ചോദിക്കുമ്പോൾ അന്ന് അല്ലാഹു അവരോട് പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുന്തും തുറാഊന ഫിദ്ദുനിയാ ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാആ. നിങ്ങളോടൊന്ന് പൊയ്ക്കോളൂ, നിങ്ങൾക്കിവിടെ കൂലിയില്ല, നിങ്ങൾ അമല് ചെയ്തത് ഇന്നാലിന്ന ആളുകളൊക്കെ കാണണമെന്ന നെയ്യത്തിലല്ലേ? ഇന്ന ആളുകളുടെ മുന്നിൽ താൻ ദാനധർമ്മം ചെയ്തത് ഒന്ന് കേട്ടാൽ ഒരു സന്തോഷമില്ലേ? അങ്ങനെ ആളുകൾ കാണാനും കേൾക്കാനും വേണ്ടി ചെയ്ത അമലുകൾക്ക് കൂലി അവിടെ ഉണ്ടെങ്കിൽ പോയി മേടിച്ചോളൂ, ഇവിടെ നിങ്ങൾക്ക് കൂലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അള്ളാഹു ആട്ടി ഓടിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് കാണാം. അപ്പൊ ബറാഅത്തിന്റെ പുണ്യം നഷ്ടപ്പെടുന്ന, ബറാഅത്ത് രാവ് ലഭിക്കാത്ത 6 വിഭാഗത്തിൽ ഒന്നാമത്തേത് ശിർക്ക് ചെയ്യുന്നവർ. അത് ചെറുതാവട്ടെ വലുതാവട്ടെ. നമുക്ക് വേണ്ടത് ആത്മാർത്ഥതയാണ്, ഇഖ്ലാസാണ്. അതൊരൽപ്പാണെങ്കിലും അത് ആരും അറിയണ്ട, അള്ളാഹ് അറിഞ്ഞാൽ മതി. മനുഷ്യന്മാർക്ക് ഇഖ്ലാസ് ഇല്ലാത്തൊരു കാലം ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഖുർആൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എങ്ങനെയാ ഇപ്പൊ ഇഖ്ലാസ് ഉണ്ടാവാ? ഇഖ്ലാസ് എങ്ങനെയാ വരാ? ഹൃദയത്തിന്റെ അകത്തേക്ക് ഇഖ്ലാസ് വരുന്നത് എങ്ങനെയാ? ഖുർആൻ രസകരമായ ഒരു സംഭവം പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം. എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് വരാ? ഇഖ്ലാസ് വരുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ആ സന്ദർഭത്തിൽ നമ്മുടെ ദുആക്ക് വല്ലാത്ത ഇജാബത്തായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ് വളരെ കുറവാണ്. ഒന്നിനോടും ഒരു ഇഖ്ലാസ് ഇല്ല എന്നൊരു അവസ്ഥ ലോകാവസാനത്തിന്റെ അടയാളമാ മനുഷ്യരിൽ അങ്ങനെ ഉണ്ട്. ഖുർആൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. സമുദ്രയാത്ര അള്ളാന്റെ അത്ഭുതമായ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായ ഒരു വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് സമുദ്രയാത്രയെ കുറിച്ച് പറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين. ഒരു സമുദ്രയാത്ര നടത്താണ്. സമുദ്രയാത്ര പൊതുവെ കെടുതിയാണ്, പ്രയാസമാണ്, ടെൻഷനാണ്. സമുദ്രയാത്രയിൽ കപ്പലിന്റെ മുകളിലൂടെ തിരമാല വീശിയാൽ വല്ലാത്തൊരു പേടിയായിരിക്കും. എവിടെ നോക്കിയാലും സമുദ്രം നിറഞ്ഞു നിൽക്കുന്നു, കവിഞ്ഞു നിൽക്കുന്നു, തിരതള്ളുന്നു. അച്ചടക്കമില്ലാതെ അടങ്ങി ഒതുങ്ങി നിൽക്കാതെ ഓളം തള്ളുന്ന തിരമാലകൾ പർവ്വതം പോലെ. ആ സമയത്തൊക്കെ സമുദ്രത്തിലൂടെ യാത്ര പോകുന്ന യാത്രികന്റെ കപ്പലിന് മുകളിലൂടെ തിരമാല വീശുന്നു. ഒരു തിരമാല പർവ്വതത്തിന്റെ വലിപ്പം. ആ സമയം കടൽ യാത്ര പൂർണ്ണമാവില്ല എന്ന് വിശ്വസിച്ചു പോവുകയാ. പെട്ടെന്ന് യാത്രികൻ ദുആ ചെയ്യുമല്ലോ, ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടെ ദുആരക്കുമല്ലോ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. ആ സമയത്ത് വരുന്ന മാനസികാവസ്ഥക്ക് ഇഖ്ലാസ് എന്ന് പറയാം. ഖുർആനാണിത്. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അല്ലാഹു എങ്ങാനും ആ ദുആ സ്വീകരിച്ചവരെ കടലിന്റെ തിരമാലയുടെ ഈ ഭീകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തിയാൽ ഫമിൻഹും മുഖ്തസിദ്, പിന്നെ എല്ലാം ഒരു ഇടത്തരം സമീപനത്തിൽ, എല്ലാം ഒരു 10-10 പോകുന്ന ഒരു സമീപനം, ഓവറായിട്ടില്ല. ഹൃദയത്തിലൊക്കെ പാകത്തിനല്ല. ആ രീതിയിലേക്ക് മനുഷ്യൻ പരിമിതപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊരു നന്ദി കേടാണെന്ന് പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൂ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, നിങ്ങൾ എല്ലാവരും മഹ്ശറ പേടിക്കണം എന്നാ ഖുർആൻ അടുത്ത ആയത്തിൽ ഉപദേശിച്ചത്. ഇഖ്ലാസ് ഇല്ലാത്തതൊന്നും അവിടെ വേണ്ട. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കിതാബ് കിട്ടിയവർ മുഴുവൻ ഇഖ്ലാസ് വേണമെന്നാ പറഞ്ഞത്. ഇഖ്ലാസ് ഇല്ലാത്ത അവസ്ഥയിലാണ് ചെറിയ ശിർക്ക് കടന്നു വരാ. ചെറിയ ശിർക്ക് കടന്നു വരുന്നിടത്ത് ബറാഅത്ത് കിട്ടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തെ വിഭാഗം, ബറാഅത്ത് കിട്ടാത്ത ഒന്നാമത്തെ വിഭാഗം, ചെറിയ ശിർക്ക് ചെയ്യുന്നവർ, വലിയ ശിർക്ക് ചെയ്യുന്നവർ, ഷിർക്ക് ചെയ്യുന്നവരാണ് എന്നേ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ചെറുതായാലും വലുതായാലും ബറാഅത്തിന്റെ രാവ് അതിന്റെ പുണ്യം കിട്ടാതെ പോകുന്നവരാ. ബറാഅത്ത് രാവിന്റെ പുണ്യം കിട്ടാത്ത രണ്ടാമത്തെ വിഭാഗം മുസാഹിൻ, ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ. ചിലർക്കുണ്ട് എത്ര കാലം കഴിഞ്ഞാലും വഴക്ക് മാറൂല. എന്റെ മയ്യത്ത് കാണാൻ നീ വരരുതെന്നൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ ഒരു സിസ്റ്റം തന്നെയല്ല. മയ്യത്ത് കാണാൻ വരാതിരിക്ക എന്നത് മരിക്കാൻ പോണ ആളല്ല തീരുമാനിക്കേണ്ടത്, അത് വരേണ്ട ആളാ തീരുമാനിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞോടത്തൊന്നും പോവാതിരിക്കൊന്നും വേണ്ട, പോവാ. മരിച്ചുപോയി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കാര്യങ്ങളിലൊന്നും അവനൊരു അവകാശമില്ല. നേരത്തെ പ്രഖ്യാപിച്ചു വെക്കാനുള്ള ഒരു അവകാശമൊന്നുമില്ല. ഒരു വഴക്കിന്റെ ആഴാണ് പറയുന്നത്. എടോ, ഈ വഴക്കോട് കൂടെ മരിക്കണ്ടേ? അത് നീ ഏറ്റെടുക്കാൻ തയ്യാറാ? ആ ചെറിയ കാര്യമല്ലോ. വഴക്കിട്ട് മരിച്ചാൽ സ്വർഗം കിട്ടുമെന്നാ ഓർത്തത്. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും വഴക്ക് മാറ്റിയിട്ടേ മരിക്കാവൂ. അള്ളാഹു വഴക്കില്ലാതെ മരിക്കുന്ന വിഭാഗത്തിൽ നമ്മെ പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ആരോടും വഴക്കും പിണക്കും ഉണ്ടാവാൻ പാടില്ല. ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത് ലൈലത്തുൽ ഖദർ എന്നാണ് എന്നത് നമുക്കറിയാതെ പോയതിന്റെ ഒരു കാരണം, മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, 2 സ്വഹാബത്തിന്റെ ഇടയിലെ തർക്കമാണ്. പരസ്പരം വെറുപ്പോ വിദ്വേഷമോ ഒന്നും അല്ല, എന്നാൽ പോലും ഒരു തർക്കം ഉണ്ടായോടത്ത് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ മഹാസംഭവം എന്നാണെന്നുള്ള അറിവ് പോലും അള്ളാഹു തിരിച്ചെടുത്തുന്നു. അത്രത്തോളം നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി ഇത്തരം പുണ്യരാവുകളിൽ ഒരു നിർണായകമായ സ്ഥാനത്ത് നിൽക്കുക. ഏതായാലും ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാവണം. ഹൃദയത്തിൽ മറ്റുള്ളവരോട് വിദ്വേഷമോ വഴക്കോ പിണക്കോ ഉണ്ടാവാൻ പാടില്ല. ബറാഅത്തിന്റെ രാവ്, ആ പുണ്യം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ വെറുപ്പുള്ള, നമ്മളോട് പിണക്കമുള്ള ആളുകളൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ, ഒരു ന്യായമല്ലാതെ പിണങ്ങിക്കുന്നവരുണ്ടാവും, ഒന്ന് പൊരുത്തപ്പെടിക്കുന്നത് നല്ലതാ. ചിലപ്പോൾ പൊരുത്തപ്പെടിക്കാൻ ചെന്നാൽ മേത്തേ കയറാൻ വരുമെങ്കിൽ പോവേണ്ടതില്ല. അവർക്ക് വേണ്ടി അള്ളാഹുവോട് പൊറുക്കൽ തേടാം. ആ ഒരു പൊരുത്തം അള്ളാഹു തരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൊരുത്തപ്പെടിക്കേണ്ടെന്നല്ല. എല്ലാവരുടെയും പൊരുത്തമൊക്കെ ഉണ്ടായിട്ട് ഈ രാവിന് വേണ്ടി നമ്മൾ തയ്യാറാവാ എന്നത് നേരത്തെ പറഞ്ഞ ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനമാണ്. നമ്മളായിട്ട് ആരോടും വെറുപ്പ് വെച്ചിട്ട് ബറാഅത്ത് രാവിനെ കാണാൻ പോവല്ലേ, ബറാഅത്ത് കിട്ടൂല.
ബറാഅത്ത് രാവ് നഷ്ടപ്പെടും. നമ്മളായിട്ട് മനസ്സിൽ വിദ്വേഷം വെച്ച ആരോടും വെറുപ്പ് നിലനിർത്തുന്ന അവസ്ഥയിൽ ബറാഅത്ത് രാവിനെ നമ്മൾ സമീപിക്കല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ രണ്ടാമത്തേത് മുസാഹിൻ, ബറാഅത്ത് രാവ് നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ. മൂന്നാമത്തെ വിഭാഗം കുടുംബബന്ധം മുറിക്കുന്നവൻ, ഖാത്തിഉർ റഹ്മ്, അവന് ബറാഅത്തില്ല. കുടുംബബന്ധം മുറിക്കുക എന്നത് കുടുംബബന്ധം നിലനിർത്തുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന ആദ്യം വേണ്ടത്. നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുറിഞ്ഞു, അതിന് വഴക്കിടൊന്നും വേണ്ട. മഹാന്മാരുടെ സമീപനം കുടുംബബന്ധം നിലനിർത്തുന്ന വിഷയത്തില് അതിന് വഴക്കിട്ട് ബന്ധം മുറിഞ്ഞു പോകുന്നും വേണ്ട. മഹാന്മാരായ സുഫിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട്, യുഖാൽ ഇദാ കാനലക ഖരീബുൻ, നിനക്കൊരു കുടുംബക്കാരനുണ്ട്, ഫലം തംശി ഇലൈഹി ബിരിജ്ലിക, നടന്നു പോവാനുള്ള ദൂരേ ഉള്ളൂ, നീ നടന്നു പോയതുമില്ല. എന്തിനാ നടന്നു പോണം? വാഹനം ഉണ്ടല്ലോ. നീ ആ സൗകര്യം ഉപയോഗപ്പെടുത്തില്ല. ഒരു കുടുംബക്കാരനുണ്ട് നിനക്ക്, നീ നടന്നു പോവേണ്ടതാണ് അവിടെ, നീ നടന്നു പോയതുമില്ല. വലം തുൽതിഹി മിമാലിക, നിനക്ക് സമ്പത്തിന്റെ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം ചെയ്യുന്ന കൂട്ടത്തിൽ അതൊരു പാവപ്പെട്ട കുടുംബക്കാരനാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഹിതം നിന്റെ വക നീ പോയില്ല, വേറെ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു, മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തയച്ചു. അങ്ങനെ കൊടുത്തയക്കലും നടന്നിട്ടില്ല, നീയായിട്ട് പോയിട്ടുമില്ല. എന്നാൽ ഫഖദ് ഖതഅതഹു, നീ ആ കുടുംബബന്ധം മുറിച്ചു എന്ന് മഹാന്മാര് പഠിപ്പിക്കാം. വഴക്കോ പിണക്കോ ഒരു വിരോധം ഒന്നുമില്ല, എന്നാൽ പോലും നിനക്ക് നടന്നു പോവാൻ പറ്റുന്ന സൗകര്യം ഉണ്ടായിട്ടും, നിനക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുത്തു വിടാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും ഒരാളുടെ കൊടുത്തു വിട്ടാൽ മതി, ഇവിടെ നിന്ന് തന്നാന്ന് പറഞ്ഞാലും അത് മതി. എന്നാൽ അതുപോലും നീ ചെയ്തില്ല. നിന്റെ വീട്ടിൽ കുട്ടികളുടെ അക്കീക്കത്ത് അറുത്ത് കൊടുത്തപ്പോ ഒരു പുതിയ ഇറച്ചി കൊണ്ടുപോയിട്ടാണെങ്കിലും കൊടുക്കായിരുന്നു, ഒന്നും ചെയ്തില്ല. അങ്ങനെയുള്ളടത്ത് നീ കുടുംബബന്ധം മുറിച്ച പോലെ എന്നാ മഹാന്മാർ പഠിപ്പിച്ചത്. കുടുംബബന്ധം മുറിച്ച എന്താ കുഴപ്പം? ലൈലത്തുൽ ഖദ്ർ കിട്ടൂല, ബറാഅത്ത് രാവ് കിട്ടൂല, അതുപോലുള്ള പുണ്യങ്ങളൊന്നും കിട്ടൂല എന്ന് മാത്രമല്ല, ലാ യദ്ഖുലുൽ ജന്നത ഖാതി', കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിലില്ലെന്ന് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിലില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്, അൻ സുവൈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ്, ബുല്ലു അർഹാമക്കും വലൗ ബിസ്സലാം, നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ നനച്ചു വളർത്തണേ, നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ ചേർക്കണേ. വലൗ ബിസ്സലാം, ഒരു അസ്സലാമു അലൈക്കും എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണേൽ പോലും, അസ്സലാമു അലൈക്കും എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണേൽ പോലും, അല്ലെങ്കിൽ ഒരു അസ്സലാമു അലൈക്കും എന്നൊരു വോയിസ് അയച്ചിട്ടാണേൽ പോലും, ഒന്ന് ഫോൺ ചെയ്തിട്ടൊരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ആ വാക്കിന്റെ ഉപയോഗം കൊണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബബന്ധം നിലനിർത്തണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ബറാഅത്ത് രാവ് നഷ്ടപ്പെടുന്ന മൂന്ന് വിഭാഗം: ഒന്ന്, ചെറുതാവട്ടെ വലുതാവട്ടെ ശിർക്ക് ചെയ്യുന്നവൻ, ചെറിയ ശിർക്കാവട്ടെ വലിയ ശിർക്കാവട്ടെ. രണ്ടാമത്തെ വിഭാഗം ബറാഅത്ത് രാവിന്റെ പുണ്യം കിട്ടാത്ത രണ്ടാമത്തെ വിഭാഗം, ഹൃദയത്തിൽ വിദ്വേഷം, വഴക്കും പിണക്കൊക്കെ വെച്ചു പുലർത്തുന്നവർ, അവർക്ക് കിട്ടൂല. മൂന്നാമത്തെ വിഭാഗം, കുടുംബ ബന്ധം മുറിക്കുന്നവന് ബറാഅത്ത് രാവ് നഷ്ടപ്പെടും, കിട്ടൂല. നാലാമത്തെ വിഭാഗം നമുക്കൊരു അശ്രദ്ധയിൽ സംഭവിക്കുന്ന ഒരു പിഴവാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തോടുകൂടെ വസ്ത്രം വലിച്ചിഴച്ച് നടന്നാൽ ബറാഅത്ത് രാവ് കിട്ടൂല. ശുഅബുൽ ഈമാനിൽ ഹദീസുണ്ട്. അഹങ്കാരത്തോടുകൂടെ പൊങ്ങച്ചത്തിന്റെ ഭാവം, മുണ്ടുടുത്തതാ, പാൻസ് ധരിച്ചതാ, പക്ഷേ കാലിന്റെ താഴേക്ക് ഇറങ്ങിക്കിടന്നാൽ അത് സ്ത്രീകളല്ലാട്ടോ, പുരുഷന്മാര്. അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, പുന്നാര നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യൻദുറുല്ലാഹു ഇലാ മൻ സറ തൗബഹു ഖുയലാ, അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവന്റെ നേരെ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ബറാഅത്ത് രാവാ വരുന്നത് നമ്മൾ ഒരു പൊങ്ങച്ചത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു വലിപ്പം തോന്നിയിട്ടുണ്ട്, വലിയ ആളാണെന്നൊരു തോന്നലില് മുണ്ടൊക്കെ ഇങ്ങനെ വലിച്ചഴിച്ച് നടക്കാം, ബറാഅത്തിന്റെ പുണ്യം കിട്ടൂല. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ബൈനമാ റജുലു യജറു ഇസാറഹു മിനൽ ഖുയലാ ഖുസിഫ ബിഹി ഫഹുവ യതജൽജലു ഫിൽ അർദി ഇലാ യൗമിൽ ഖിയാമ. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. റസൂലുള്ളാഹി പറയാ, പൂർവകാല സമുദായത്തിൽ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നതിന് ഗൗരവകരമായ ശിക്ഷയായിരുന്നു.
എത്രത്തോളം ഒരു മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ വസ്ത്രം വലിച്ചിഴക്കുക എന്നത് ഇസ്ലാം ആദ്യകാലം മുതൽക്കേ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ ഒരാൾ വസ്ത്രം വലിച്ചിഴച്ച് നടന്നപ്പോ അയാളെ ഭൂമി വിഴുങ്ങി ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പാഠമാവാൻ വേണ്ടി ഇപ്പോഴും അയാൾ ഭൂമി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ആ ഭൂമിയുടെ അടിത്തട്ടിൽ അയാൾ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഭൂമി ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്നു. ശരീരത്തിൽ നിന്നും ധാരാളം രക്തം വാർന്നൊലിച്ച് തളർന്നു പോകുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞടഞ്ഞ അബോധാവസ്ഥയിലേക്ക് പോകുമ്പോ ഒരു സ്വഹാബിയുടെ മുണ്ടിങ്ങനെ പതുക്കെ താഴേക്ക് ഇറങ്ങിക്കിടക്കുന്ന കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വസ്ത്രം താഴേക്ക് പോകുന്നു, ഒന്ന് കയറ്റിവെക്കാൻ പറയണേ. ആര്? കുത്തേറ്റ് മരണത്തോട് അടുക്കുന്ന നേരം ശരീരം തളർന്ന് കൊഴിഞ്ഞു പോകുന്ന ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ആ ബോധത്തിൽ പോലും ഉപദേശിക്കാൻ തോന്നിയ ഒരു വലിയ അപാകത, ഒരു വലിയ തെറ്റ്, കൺമുന്നിൽ ഒരു സ്വഹാബിയുടെ വസ്ത്രം പതുക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം ഈ വിഷയം വലിയ ഗൗരവമാണ്. ബറാഅത്ത് രാവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അതിന്റെ പുണ്യം കിട്ടാതെ പോകുന്ന 6 വിഭാഗത്തിൽ 4ാമത്തെ വിഭാഗം അഹങ്കാരത്തോടുകൂടെ വസ്ത്രം വലിച്ചിഴക്കുന്നവർ. മറക്കല്ലേ, ഒന്നുകൂടി പറയാം. ബറാഅത്ത് രാവിന്റെ ശ്രേഷ്ഠത പഠിക്കുമ്പോൾ ആ ബറാഅത്ത് രാവ് നഷ്ടപ്പെടുന്ന 6 വിഭാഗം ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ചെറുതായാലും വലുതായാലും, ചെറിയ ശിർക്കായാലും വലിയ ശിർക്കായാലും ശിർക്ക് ചെയ്യുന്നു, അവന് ബറാഅത്ത് കിട്ടൂല. രണ്ടാമത്തെ വിഭാഗം ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവന് ബറാഅത്ത് കിട്ടൂല. മൂന്നാമത്തെ വിഭാഗം മറന്നു പോകരുത്, കുടുംബ ബന്ധം മുറിച്ച് കളയുന്നവന് ബറാഅത്ത് രാവ് കിട്ടൂല. നാലാമത്തെ വിഭാഗം അഹങ്കാരത്തോടുകൂടെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവന് ബറാഅത്ത് രാവ് കിട്ടൂല. അഞ്ചാമത്തെ വിഭാഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന് ബറാഅത്ത് രാവിന്റെ മഹത്വം കിട്ടൂല, ബറാഅത്ത് രാവിന്റെ ബറക്കത്ത് കിട്ടൂല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ അത് വാക്കുകൊണ്ടായാലും നോക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഇനി ഞാനൊന്നുകൂടി പറയാം, ബറാഅത്ത് രാവിനെ നോക്കിയിരിക്കുന്നവരെ നമ്മൾ ഏതെങ്കിലും ഉപ്പാനെയോ ഉമ്മാനെയോ ഒക്കെ ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ട്, അത് ഭാര്യയുടെ വാപ്പാനായാലും വേണ്ടില്ല, ഭാര്യയുടെ ഉമ്മാനായാലും വേണ്ടില്ല. അങ്ങനെയുണ്ട്. സ്വന്തം വാപ്പാനായാലും വേണ്ടില്ല, സ്വന്തം ഉമ്മാനായാലും വേണ്ടില്ല. ഭാര്യയുടെ വാപ്പയും ഭാര്യയുടെ ഉമ്മയും, ഭർത്താവിനെ സംബന്ധിച്ച് വാപ്പയും ഉമ്മയും തന്നെയാണ്. 1-2 പറഞ്ഞ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഭർത്താവിന്റെ വാപ്പ ഭർത്താവിന്റെ ഉമ്മ പറ്റൂല, പിണക്കാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല, വാപ്പായുമ്മയും തന്നെ. അത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അവരെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മക്കളെ ബറാഅത്ത് കിട്ടണോ, അവരുടെ പൊരുത്തം വേണം. അവരുടെ പൊരുത്തം കിട്ടണമെങ്കിൽ നന്നായിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. പടച്ചോനെ പുറത്തു കൊടുക്കണേ എന്ന് അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കാം. മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പൊരുത്തപ്പെടിക്കണം. എന്നാൽ ആ ബറാഅത്തിന്റെ പുണ്യം കിട്ടൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ ബറാഅത്ത് രാവ് നഷ്ടപ്പെടും. കേട്ടോളൂ, 7 വൻപാപങ്ങളിൽ പെട്ട കാര്യമാണ് മാതാപിതാക്കളെ വിഷമിപ്പിക്കുക എന്നത്. 7 വൻപാപങ്ങളിൽ പെട്ടതാ, 7 വൻപാപങ്ങളിൽ പെട്ടതാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ തന്നെ ഹദീസ്, അൻ നബി ബക്രത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ദുനൂബി യഗ്ഫിറുല്ലാഹു മിൻഹാ മാ ശാഅ. എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരും, എല്ലാ തെറ്റും അല്ലാഹു പൊറുക്കും. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, അവരെ ശല്യം ചെയ്തിട്ടുണ്ടോ, വേദനിപ്പിച്ചിട്ടുണ്ടോ, ഒരു ചെറിയ വാക്കുകൊണ്ടാണെങ്കിലും ഒരു ചെറിയ മൗനം കൊണ്ടാണെങ്കിലും മാതാപിതാക്കളെ നീ കാരണം വേദനിച്ചിട്ടുണ്ടോ, പടച്ചോനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ആ പൊരുത്തവും ആ തൃപ്തിയും ബറാഅത്ത് രാവിന് നിർബന്ധ. ലൈലത്തുൽ ഖദറിന് അത് നിർബന്ധ. ഹജ്ജ് കബൂലാവാൻ അത് നിർബന്ധ. അമലുകൾ സ്വീകരിക്കപ്പെടാൻ അത് നിർബന്ധ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി പറയുന്നു, എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കും. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത് അല്ലാഹു പൊറുക്കൂല എന്ന് മാത്രമല്ല, തെറ്റുകളുടെ ശിക്ഷ ആഖിറത്തിലാണല്ലോ നടപ്പാക്കുക. പക്ഷേ മാതാപിതാക്കളെ വേദനിപ്പിച്ചു എന്നതിന്റെ ശിക്ഷ ആഖിറത്തിലല്ല. ഫഇന്നഹു യുഅജ്ജലു ലിസ്വാഹിബി ഫിൽ ഹയാത്തി ഖബല അൽ മമാത്, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടന്നെ അനുഭവിച്ചു തുടങ്ങേണ്ട വലിയ ഒരു ശിക്ഷയാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുക എന്നത്. ഏതായാലും മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക എന്നത്
ഏറ്റവും വലിയ പുണ്യവുമാണ്. മക്കൾക്ക് ആയുസ്സിൽ വർധനമുണ്ടാവും എന്നും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആയുസ് വർദ്ധിക്കും മാതാപിതാക്കൾക്ക് ഖിദ്മ ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഖുർആന്റെ ഒരു പ്രഖ്യാപനം, അതിന്റെ ഒരു അവതരണ ശൈലി തന്നെ. മാതാപിതാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞോടത്ത് ഖുർആൻ പറയുന്നത് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചു എന്നല്ല പറഞ്ഞത്. അള്ളാന്റെ കൽപ്പനയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാന്നല്ല പറഞ്ഞത്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അള്ളാഹു കൽപ്പിച്ചു എന്നല്ല പറഞ്ഞത്. റബ്ബിന്റെ കൽപ്പനയിൽ എന്തെങ്കിലും അപാകത വന്നാൽ പരിഹാരമുണ്ടായേക്കാം. അള്ളാഹുവിന്റെ കൽപ്പനയിൽ എന്തെങ്കിലും നമുക്ക് സാധിക്കാതെ വന്നാൽ, ആ കൽപ്പന നിർവഹിക്കാൻ നമുക്ക് കഴിയാതെ വന്നാൽ, പക്ഷെ മതത്തിൽ അതിന് ഒരു പക്ഷെ പരിഹാരം കണ്ടേക്കാം. പക്ഷെ അള്ളാഹു വിധിച്ചു എന്ന് പറഞ്ഞാൽ ആ വലിയ ന്യായാധിപന്റെ വിധിക്ക് മുന്നിൽ പരിഹാരമില്ല. വിധി നമ്മൾ അനുസരിച്ചേ പറ്റൂ, അതിന് പരിഹാരം ഇല്ല. അള്ളാഹു കൽപ്പിച്ചു എന്ന് പറയുന്നത് ഒരു പക്ഷെ പരിഹാരമുള്ളതായിരിക്കാം. അള്ളാഹു വിധിച്ചു എന്ന് പറയുന്നത് ഒരു പക്ഷേ പരിഹാരമുണ്ടാവില്ല. വഖളാ റബ്ബുക, റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാ, ആരാധന അള്ളാഹുവിന് മാത്രം. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അത് അള്ളാഹുവിന്റെ വിധിയാണ്, റബ്ബിന്റെ വിധി. പരിഹാരമില്ല. കേട്ടോളൂ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, രണ്ടാൽ ഒരാള് അല്ലെങ്കിൽ രണ്ടുപേരും നിന്റെ അടുക്കൽ ഉണ്ട്, അവർക്ക് വാർദ്ധക്യമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ നാം അവരെ സഹിക്കാനും ക്ഷമിക്കാനും ഒരുപാട് പ്രാപ്തരാകും വിധം നമ്മെ പ്രകോപിപ്പിക്കുന്നതായിരിക്കാം അവരുടെ വാക്കും പ്രവർത്തനവും ഒക്കെ. കാരണം കുട്ടികളെ പോലെ വകതിരിവ് കുറഞ്ഞു വരുന്ന സമയ ഈ മാതാപിതാക്കൾക്ക് പ്രായം കൂടുമ്പോൾ, മനുഷ്യന്മാർക്ക് പ്രായം കൂടുമ്പോൾ, ആ സമയത്ത് ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് മറുത്തൊരു പ്രകടനം നിന്റെ വായിലോ ശബ്ദത്തിലോ നിന്റെ പെരുമാറ്റത്തിലോ ഉണ്ടാവാനേ പാടില്ല. ചേന്ന് പറയല്ല എന്നല്ല, ചേന്ന് പോലും അല്ല. നിന്റെ ശ്വസനത്തിന്റെ താളം പോലും, നിന്റെ നെടുവീർപ്പ് പോലും അവരോടുള്ള ഒരു പ്രതിഷേധമായി, അവരോടുള്ള ഒരു ഈർഷ്യതയായി, ഒരു വെറുപ്പായി. അവരെന്ത് കാണിച്ചാലും അതിനൊരു കുസൃതി കാണണം, അതിലൊരു സന്തോഷം കണ്ടേ പറ്റൂ. വലാ തൻഹറുഹുമാ വഖുർ റബ്ബിർഹംഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരൊരിക്കലും നിന്ദിക്കാൻ പാടില്ല. നല്ല വർത്തമാനമല്ലാതെ മറ്റൊന്നും അവരോട് പറയാൻ പാടില്ല. മാത്രവുമല്ല, നിന്റെ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, പുന്നാരത്തിന്റെ രണ്ട് ചിറക് അവർക്ക് നീ തണലായി വിരിച്ചു കൊടുക്കുകയും നിരന്തരം നീ പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഈ പ്രാർത്ഥനയും വേണം, നല്ല പെരുമാറ്റം വേണം. ബറാഅത്ത് രാവ് നഷ്ടപ്പെടുന്ന അഞ്ചാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവനാണ്. ആറാമത്തെ വിഭാഗം ലഹരിക്ക് അടിമയായവനാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ലഹരി പല തരത്തിലായിരുന്നു. ഓരോ ലഹരിയുടെ പേര് കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പത്രത്തിൽ ലഹരി വേട്ട ധാരാളമുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവൻ, ലഹരി പലതരത്തിൽ, ചെറുത് കഴിച്ചാൽ ലഹരി ബാധിക്കുന്നില്ല, അത് കൂടുതൽ കഴിച്ചാൽ ലഹരി ബാധിക്കൂ എന്ന് കണ്ടാൽ പോലും ആ ചെറുത് കഴിക്കലും ലഹരി കഴിക്കൽ തന്നെയായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ലഹരി പല രീതിയിലും. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ കച്ചവടം ധാരാളമുണ്ട്. അതൊരു സർവേ ആണെന്ന് കൂട്ടിക്കോളൂ. ഒരുപാടുണ്ട്. വിദ്യാർത്ഥികൾ പലരും ലഹരി ഉപയോഗിക്കുന്നതായി അവരുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. മദ്യപാനം മാത്രമല്ല. കേട്ടോളൂ. ലഅനല്ലാഹുൽ ഖംറ, കള്ളാണെങ്കിൽ പോലും കള്ള് അല്ലാഹു ശപിച്ചു. കള്ളെന്നത് ഒരു ഉദാഹരണമാണ്. ലഹരി അല്ലാഹു ശപിച്ചു, കള്ള് അതിൽപ്പെട്ട ഒന്ന്. വസാരിബഹ, കള്ള് കുടിക്കുന്നവൻ, അതായത് ലഹരി ഉപയോഗിക്കുന്നവൻ. വസാഖിയഹ, അത് ഒഴിച്ചു കൊടുക്കുന്നവൻ, അത് വിൽക്കുന്നവൻ, അത് വിളമ്പുന്നവൻ. വബായിഅഹ, അത് വാങ്ങിക്കൊണ്ടുവരുന്നവൻ. വമുബ്താഅഹ, വാങ്ങാൻ പറഞ്ഞേൽപ്പിച്ചു വിടുന്നവൻ. വഅസ്റഹ, അത് നിർമ്മിക്കുന്നവൻ.
നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നവൻ, ഈ ലഹരി വഹിച്ചു കൊണ്ടുപോകുന്നവൻ, ലഹരിയിലേക്ക് ആവശ്യമായത് കൊണ്ടുവരപ്പെടുന്നവൻ, എല്ലാവരെയും അല്ലാഹു ശപിച്ചു. ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. അപ്പൊ ലഹരി ഉപയോഗിക്കുന്നവർ ബറാഅത്ത് രാവിലെ അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കേട്ടോളൂ, ഒരു ഹദീസും കൂടി പറയാം. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോ യമനിലെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും മറ്റുമുള്ളതൊക്കെ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന് അത്ഭുതം തോന്നി. റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളിലെയും പാനീയങ്ങളിലെയും അവരുടേതായ രീതികളും സംസ്കാരങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം അതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില്, നബിയെ ഞാനൊന്ന് ചോദിക്കട്ടെ, യമനിൽ ഒരു പ്രത്യേകതരം പാനീയമുണ്ട്, ആ പാനീയത്തെ കുറിച്ച് ചോദിക്കാനുണ്ട് എനിക്ക്, അത് പറഞ്ഞുതരൂ. റസൂലുള്ളാഹി ചോദിച്ചു, ഓമാഹിയ, പറയൂ മുസ്ലിം അശ്ശരി, എന്താണ് ആ പാനീയം? നബി അൽ ബിത്ഉൽ മിസ്ർ, ബിത്ഉം മിസ്റുമാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് തേനിൽ വെള്ളം ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്, രണ്ടാമത്തേത് ചോളത്തിൽ വെള്ളം ചേർത്തുണ്ടാക്കുന്നതാണ്. അങ്ങനെ രണ്ട് വാറ്റെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് പാനീയങ്ങൾ, പ്രത്യേകമായ ദ്രാവകങ്ങളുണ്ട്, അവിടെ ധാരാളം അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ അതിൽ വല്ല ലഹരിയുടെ അംശം ഉണ്ടെങ്കിൽ കുല്ലു മുസ്കിർ ഹറാം, ലഹരി ഉപയോഗിക്കുന്ന ഏത് സാധനവും അത് ഹറാം തന്നെയാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ സ്വഹാബിക്ക് മറുപടി കൊടുക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബറാഅത്ത് രാവ് വരുമ്പോൾ ഈ 6 തിന്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബറാഅത്ത് ഇല്ല, ബറാഅത്ത് കിട്ടൂല. അത് തന്നെ ലൈലത്തുൽ ഖദറിലും പറയാനുള്ളത്. ഈ 6 തിന്മ ഉണ്ടെങ്കിൽ നമുക്ക് ബറാഅത്ത് കിട്ടൂല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത് പറഞ്ഞു, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഷിർക്ക് ചെയ്യുക എന്ന സ്വഭാവം. ചെറിയ ഷിർക്കായാലും വേണ്ടില്ല, വലിയ ഷിർക്കായാലും വേണ്ടില്ല, ഷിർക്ക് ചെയ്യുന്നവന് ബറാഅത്ത് രാവിന്റെ പുണ്യമില്ല. രണ്ടാമത്തേത് ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക് ബറാഅത്തിന്റെ പുണ്യമില്ല. മൂന്നാമത്തേത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ. നാലാമത്തേത് അഹങ്കാരത്തോടു കൂടെ വസ്ത്രം വലിച്ചഴക്കുന്നവൻ, ആണുങ്ങളുടെ കാര്യമാണ് പ്രത്യേകിച്ച്. അഞ്ചാമത്തേത് മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവർ. ആറാമത്തേത് ലഹരിക്ക് അടിമയായവർ, ലഹരി ഉപയോഗിക്കുന്നവർ. ഇവർക്കൊന്നും ബറാഅത്ത് രാവ് കിട്ടൂല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് അത് കിട്ടാനുള്ള ഭാഗ്യം തരട്ടെ, കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. അള്ളാഹു തആല ബറാഅത്തിന്റെയും ഷഅബാനിന്റെയും എല്ലാ അനുഗ്രഹങ്ങളിലേക്കും എത്താൻ നമുക്ക് യോഗ്യത നൽകട്ടെ.